നടക്ക്. സൂക്ഷിച്ച്. ശരി വാ. കണ്ടില്ലേ രണ്ടുപേരും എങ്ങനെയാ അന്യോന്യം സ്നേഹിക്കുന്നേന്ന്. ഇതെല്ലാം കണ്ടിട്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. ഇവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടേ ഇല്ല. അവള് മുറിയിന്ന് പുറത്തിറങ്ങുന്ന പതിവേ ഉണ്ടായിരുന്നില്ല. അവളുടെ ലോകം തന്നെ സെൽഫോണാണ്. ഇവിടെ വന്നപ്പോഴ അവളിങ്ങനെ ഓടിച്ചാടി മോന്റെ കൂടെ കളിക്കുന്നത് കാണുന്നേ. അതുകൊണ്ടാ ഞാനും പറയുന്നേ, ഇതുപോലൊരു പെണ്ണിനെ എന്റെ വീട്ടിൽ മരുമോളാക്കുന്നതിൽ ഞാൻ കൂടുതൽ ചിന്തിക്കണം. ഒന്നും ആലോചിക്കാതെ രണ്ടുപേരും എന്നെ വിശ്വസിച്ച് നിങ്ങളുടെ മോളെത്താ. ഞാൻ അവളൊരു മഹാറാണിയെ പോലെ ഇവിടെ വാഴിച്ചോളാം. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എനിക്കിനി മറ്റൊന്നും പറയാനില്ല. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ മോളെ ചേച്ചിയുടെ മോന് കല്യാണം കഴിച്ചു കൊടുത്തതിൽ പരിപൂർണ്ണ സമ്മതമാണ്. നിന്റെ ഭാര്യയ്ക്ക് സമ്മതാണോന്ന് ചോദിക്കേ. അവളാ ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുന്നെ. എനിക്ക് സമ്മതം തന്നെയാ. എന്നാ പ്രീതി സമ്മതിക്കുമെന്ന അവളുടെ സമ്മതം കൂടി കിട്ടിയാ മതി. ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കേ, ഞാൻ നോക്കിക്കോളാം. എന്താ ഞാൻ പറഞ്ഞല്ലേ ശരിയല്ലേ? എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നല്ല മുഹൂർത്തം നോക്കി നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം. തിരുക്കം കാട്ടാതെ ദേവയാനി, ഇത് നമ്മൾ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. പ്രീതിയോടും വിക്രമനോടും പറഞ്ഞ് അവരുടെ സമ്മതവും വാങ്ങണം. ഏറ്റവും പ്രധാനം അവന്റെ സമ്മതമല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ആ ഉത്തരവാദിത്തം ഞാൻ നോക്കിക്കോളാം. ഇനിയുള്ളൊരു മാസം ഇവര് രണ്ടുപേരും അന്യോന്യം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ പെരുമാറാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കി കൊടുക്കണം. അതിനിടയിൽ അവർ രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങും. എനിക്ക് ആ വിശ്വാസമുണ്ട്. അതുവരെ ഈ കാര്യം അവരോട് നമ്മൾ പറയാൻ നിൽക്കണ്ട. അതും ശരിയാ ചേച്ചി. ശരി, വാ നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം. വരൂ. കവി, സ്കൂളിന് സമയമായിടാ. വാ, ഇനി ഞാൻ തന്നെ നിന്നെ റെഡിയാക്കി തരാം. വിക്രം, നിങ്ങളും പോയി റെഡിയാവാൻ നോക്ക്. എന്റെ ദൈവമേ, അടുത്ത വർഷം ഒളിമ്പിക്സിലെ വെയിറ്റ് ലിഫ്റ്റിംഗ് മത്സരത്തില് നീ പങ്കെടുക്കുകയാണെങ്കിൽ നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്താ തമാശ പറയുവാണോ? ഇല്ലടാ, അച്ഛൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് കാണിച്ചു തരാം അച്ഛനെ. ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ എന്താ കുറെ നേരിട്ട് ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? അതെ, നമ്മള് നേരത്തെ ആലോചിക്കണ്ടായിരുന്നു. അതെ. എന്താ പറ്റിയേ? എന്താ പെട്ടെന്ന് വല്ലാതായ പോലെ? പുറത്തു വന്നിട്ട് കുറെ നേരമായിട്ട് എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുവാണല്ലോ. അത്രയ്ക്ക് ഗൗരവമുള്ള എന്ത് കാര്യ? അതല്ല, ഞാൻ വിചാരിച്ചത് നടക്കാതെ പോകുന്ന പേടിയാവുന്നടി. അതിന് നിങ്ങൾ എന്താ വിചാരിച്ചേ? എന്ന് നടക്കില്ലെന്ന് കരുതിയാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നേ? വിക്രം പ്രീതിയെ കല്യാണം കഴിച്ച അതിൽ നമുക്ക് ചിലപ്പോ കുറച്ച് നിയമക്കുരുക്കളുണ്ട്. അങ്ങനെയാണോ? നമുക്കിതിലെന്ത് നിയമക്കുരുക്കാ വരാൻ പോകുന്നത്? അതെ, പ്രീതി നല്ല ബുദ്ധിയും വിവരമുള്ള പെണ്ണ.
നാളെ അവളും വിക്രമും തമ്മിൽ കല്യാണം കഴിച്ച ബിസിനസിന്റെ ഉത്തരവാദിത്വം അവള് ചിലപ്പോൾ ഏറ്റെടുത്തേക്കും. ഈ അവസ്ഥയിൽ ഇത്രയും ഷാർപ്പായൊരു പെണ്ണ് ബിസിനസ്സിൽ വന്ന എന്റെ ചില സാമ്പത്തിക തിരിമറികള് പിന്നീട് നടക്കാതെ പോകും. ഇതുവരെ അതാരും അത്ര ഗവനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജോലികൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. 1000 തുടങ്ങി ലക്ഷങ്ങൾ കടന്ന് ഇപ്പോ കോടിക്കണക്കിന് രൂപ എന്റെ ചേച്ചിയുടെ പണം ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഈ പ്രീതി കല്യാണം കഴിച്ച വീട്ടിലെ മരുമകളായിട്ട് വന്ന ബിസിനസിന്റെ ഉത്തരവാദിത്തം അവളുടെ കയ്യിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് അവളുടെ കണ്ണിപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവൾ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങും. ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്തെങ്കിലും ഒരു ദിവസം അവൾ കണ്ടുപിടിക്കാൻ ഇടയായ ഞാൻ ശരിക്കും അകപ്പെടും. അയ്യോ, അപ്പൊ അങ്ങനെ തന്നെയാ? നിങ്ങൾ ഞാൻ ജയിലിൽ വന്ന് കാണേണ്ടി വരുമോ? കരുനാക്കൊച്ചൊന്നും പറയാതെടി. നിന്റെ വായിൽ നല്ലതൊന്നും വരില്ലേ? അതല്ല, പിടിച്ചു കഴിഞ്ഞാ പിന്നെ അത് തന്നെയല്ലേ നടക്കാൻ പോകുന്നത്. ഞാനത് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. വിക്രമും പ്രീതിയും ജീവിതത്തിൽ ഒന്നിച്ചു കഴിഞ്ഞാ എന്റെ കഞ്ഞുടി മുട്ടുപടി. അതൊക്കെ പോട്ടെ, ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? അതൊന്ന് വ്യക്തമായിട്ട് പറ. ഇല്ലടി, അവരൊരു കാരണവശാലും ഒന്നിക്കാൻ പാടില്ല. അത് എന്റെ നന്മയ്ക്ക. ഇങ്ങനെയൊന്നും ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ നമുക്ക് പരിചയമുള്ള, നമ്മൾ പറയുന്ന അനുസരിക്കുന്ന ഒരു പെണ്ണെ കണ്ടെത്തി വിക്രമിന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. ആരോട് പറയാതെയാ ചേച്ചി ആ പ്രീതിയുടെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് കല്യാണ കാര്യം സംസാരിച്ചത്. അതാ എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമുക്ക് ആരും അറിയാതെ ഈ കല്യാണം അങ്ങ് മുടക്കിയേക്കാം. അതേ ഉള്ളൂ നമുക്ക് മുന്നിലുള്ള ഏക വഴി. ഈ ആലോചന ഇനി അടുത്ത ലെവലിലേക്ക് പോകാതെ നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ തന്നെ ചെയ്യണം. എന്നാ അത് എങ്ങനെയാണെന്നാ ഞാൻ ചിന്തിക്കുന്നത്? ഈ രണ്ട് കുടുംബം ഒന്നിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയാൽ മതിയാവും. അതെ, നിങ്ങൾ എടുത്തു ചാടി വേണ്ടാത്ത അബദ്ധങ്ങളൊന്നും കാട്ടിക്കൂട്ടല്ലേ. കുറച്ച് വെയിറ്റ് ചെയ്ത് ഇതേതറ്റം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞു മതി നമ്മുടെ കളി തുടങ്ങേണ്ടത്. ശരി, നോക്കാം. വണ്ടി കയറി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വിക്രമം വരാറായല്ലോ. ഇവളിന്ന് പോകുന്ന ലക്ഷണമില്ല. വിജി, ഒന്ന് നിർത്തി, ഒന്ന് നിർത്തി പറയാ. ഞാൻ എന്താ അമ്മേ? സോറി മോളെ. അമ്മേ, എന്തിനാ ഇപ്പൊ വണ്ടി നിർത്തിയിട്ട് താഴെ ഇറങ്ങി നിൽക്കുന്നേ? വിജി, എന്റെ നിലമോളെയും നീ ഇവിടെ വിട്ടേക്ക്. ഞാൻ നിലമോളെയും കൊണ്ട് സ്കൂളിൽ പൊക്കോളാം. സ്കൂൾ ഇവിടെ അടുത്തല്ലേ? നിനക്ക് ജോലിക്ക് പോവാൻ സമയമായില്ലേ? നീ ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് കടയിലേക്ക് അങ്ങ് പൊക്കോ. ഇവിടെയോ? ആ, ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? നടന്നു തന്നെ. അമ്മേ, വട്ടാണോ അമ്മയ്ക്ക്? ഇത്ര ദൂരം കൂട്ടിക്കൊണ്ട് വന്നിട്ട് സ്കൂളിന്റെ മുറ്റത്ത് കൊണ്ടുവിടാതെ ഇവിടെ ഇറക്കിയിട്ട് പോകാൻ പറയുന്നു. അല്ല, നിനക്ക് ജോലിക്ക് പോവാൻ സമയമായില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ലല്ലോ, അമ്മയുടെ വർത്തമാനം ഒന്നും അത്ര ശരിയല്ലല്ലോ.